ആഹാ, ബിൽഡിങ്ങിലേക്ക് നടന്നു കയറുന്ന സിംഹം. ആഫ്രിക്കൻ ഒറ്റക്കൊമ്പനും ഫാമിലിയും. 100 years, it's not 200 years. Sorry. Yeah. ആഫ്രിക്കൻ ജാഫർ. ജാഫർ അല്ല, ജിറാഫ്. 3 years or 2 years and a half. Because we've got 5 ആഫ്രിക്കൻ for the കാടുകളിൽ one കാണുന്ന like this. കാട്ടുപോത്ത്. വീണ്ടും ഒരു ആഫ്രിക്കൻ യാത്രയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ്. ടാൻസാനിയയിൽ ദാർസലാമിൽ സോഫിയ ഹോട്ടലിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ നിന്ന് മൊറോഗോറോ എന്ന് പറയുന്ന ജില്ലയല്ല, അതൊരു പ്രവിശ്യയാണ്. അതും 8 ജില്ലകൾ ചേർന്നുള്ള ഒരു സ്ഥലമാണ്. എന്തായാലും അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇന്ന് രാത്രി ഞങ്ങൾ ദാർസലാമിൽ നിന്ന് മൊറോഗോറോയ്ക്കുള്ള ട്രെയിനിൽ പോവുകയാണ്. TRCയിലാണ് പോകുന്നത്. ടാൻസാനിയ റെയിൽ കോർപ്പറേഷൻ്റെ TRC എന്ന് പറയുന്ന ഈ ഒരു ട്രെയിനിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ വന്ദേ ഭാരതിനോട് ഉപമിക്കാവുന്ന രീതിയിലുള്ള ആ ഒരു പാറ്റേൺ കളറും ഒക്കെ ചേർന്നുള്ള TRCയിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊറോഗോറ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ പുറത്തേക്കുള്ള വഴി പോവുകയാണ്. നല്ലൊരു എയർപോർട്ട് പോലെ സൗകര്യമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് മൊറോഗോറോ. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ കണ്ടു നോക്കാം. ടാൻസാനിയയിലെ ഒരു ജില്ല മാത്രമല്ല, മറിച്ച് ഒരു വലിയ പ്രവിശ്യയാണ്. ടാൻസാനിയയിലെ ഏറ്റവും വലിയ ഭരണവിഭാഗങ്ങളിൽ ഒന്നാണിത്. ഇതിന് കീഴിൽ മൊറോഗോറോ മുനിസിപ്പൽ ഡിസ്ട്രിക്റ്റ് ഉൾപ്പെടെ ഏകദേശം 9ഓളം ജില്ലകളുമുണ്ട്. നാളെ രാവിലെ മിഗുമി നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. ടാൻസാനിയയിലെ ഏറ്റവും പ്രശസ്തവും മനോഹരവുമായ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ് മിഗുമി നാഷണൽ പാർക്ക്. മൊറോഗോറോ റീജിയനിലാണ് ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ടാൻസാനിയയിലെ ഏറ്റവും വലിയ നഗരമായ ദാർസലാം നിന്ന് ഏകദേശം 4 മണിക്കൂർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം. നഗരങ്ങളോട് അടുത്തായതിനാൽ ടാൻസാനിയയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന പാർക്കുകളിൽ ഒന്നാണ്. സെൻട്രൽ AC സൗകര്യമുള്ള ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അനേകം ആൾക്കാർ ഞങ്ങളുടെ നേരെ ഓടി വന്നു. ഇവർ വേറെ ആരുമല്ല, ഇവരിവിടുത്തെ ടാക്സി ഡ്രൈവർമാരാണ്. മൊറോഗോറോ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. രാത്രി ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇനി അടുത്ത വാഹനത്തിൽ കയറി പോകണം. അപ്പോൾ ആ ഒരു കാഴ്ചകൾ എല്ലാം നിങ്ങളെ കാണിക്കാം കേട്ടോ. ഹോട്ടൽ ഒയാസിസിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്. അവിടുത്തെ മെനു കാർഡാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടുത്തെ റേറ്റുകളൊക്കെ നമുക്കിതിനകത്ത് നോക്കുമ്പോൾ 14,000, 8,000, 15,000 ഒക്കെ നമുക്ക് കാണാം. ഇത് ഷില്ലിങ് റേറ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമ്മുടെ നാട്ടിലെ 1 രൂപ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ 33 ഷില്ലിംഗ് ആണ്. അത് കൺവെർട്ട് ചെയ്യുമ്പോഴാണ് ഇതേപോലുള്ള റേറ്റുകൾ നമുക്ക് കാണുന്നത്. പക്ഷേ പേയ്മെൻ്റ് എല്ലാം കറക്റ്റാണ്. നമ്മൾ ഇന്നലെ രാത്രി വന്ന് റൂമെടുത്ത ആ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ടിൽ ആ സ്വിമ്മിംഗ് പൂളും ഇവിടുത്തെ ചെറിയ ഗാർഡനൊക്കെയാണ് ഈ കാണുന്നത്. അതിന് അങ്ങകലെയായിട്ട് വലിയൊരു മല കാണാം, അതിനകത്ത് മഞ്ഞ് പൊങ്ങുന്നതാണ്. നല്ല മനോഹരമായ ആംബിയൻസ് ഉള്ള നല്ലൊരു കെട്ടിടമാണ്. ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു രൂപകൽപ്പന എന്ന് പറയുന്നതാണ് ഈ കാണുന്ന തട്ടായിട്ടാണ് ഓരോന്ന് ചെയ്ത് വെച്ചിരിക്കുന്നത് ബിൽഡിങ്ങിലാട്ടോ. അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഇതാണ് ഇവിടുത്തെ ഹാള്, ഡൈനിങ് ഏരിയ ഇവിടാണ്. ഇവിടെ നിന്നാണ് ഫുഡുകളൊക്കെ കഴിക്കുന്നത്. നമ്മളിന്നലെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചതുണ്ടേ, എന്ത് മനോഹരമായ കാഴ്ചയാണ് നോക്കി. നമ്മളിന്നലെ ഇവിടെയാണ് വന്ന് സ്റ്റേ ചെയ്തത്. ഈ ഒരു ഹോട്ടലിലാണ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തത്. രാത്രി ഇവിടെ ഭയങ്കര പാട്ടും കൂത്തൊക്കെ ആയിരുന്നു. ഭയങ്കര പാട്ടും ബഹളവും ആളുകളുടെ ബഹളമൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നിപ്പം ഒറ്റ മനുഷ്യരെ തന്നെ കാണാനില്ല. നോക്കി, ഇവിടെ ഒന്നും ആരുമില്ല. ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ 205 റൂമിലാണ്. ഞങ്ങളുടെ കൂടെ ഉള്ളവർ 204-ലും 204-ൻ്റെ ചാവിയൊക്കെ അവിടെ കൊണ്ടുവച്ച്. ഇതാണ് റിസപ്ഷനിൻ്റെ സൈഡിൽ ഇവിടുത്തെ തന്നെ സീബ്രയും ഇവിടുത്തെ ഗോത്രവർഗ ഒരു ഫോട്ടോ ഒക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു അക്വേറിയം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങളുടെ വണ്ടി വന്നു. നേരെ പോകുന്നത് മിഗുമി നാഷണൽ പാർക്കിലേക്കാണ്. ഇവിടുത്തെ ദേശീയോദ്യാനമായ 4ാമത്തെ പാർക്കാണ് ഈ ഒരു മിഗുമി നാഷണൽ പാർക്ക്. ഏകദേശം 32 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അവിടെ എത്താനുള്ളൂ.
സ്ട്രേറ്റ് നാഷണൽ ഹൈവേ ആണ് ഇത് കേട്ടോ. വലിയ കണ്ടെയ്നറുകളൊക്കെയാണ് വരുന്നത്. രാത്രി വാഹന യാത്രയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം പിടിച്ച ഒരു പാതയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്ത് വന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അവരുടെ വണ്ടിയിൽ തന്നെ ഇവിടെയൊക്കെ കറങ്ങാമായിരുന്നു. രാത്രി യാത്ര നമുക്ക് അത്ര ശാശ്വതമല്ല. അതുമാത്രമല്ല, ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വന ഏരിയകളാണ്. പിന്നെ ഏറ്റവും കൂടെ എന്നെ ആകർഷിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൻ്റെ തൊട്ട് നല്ല സൂര്യകാന്തികളുണ്ട്. സൂര്യകാന്തികൾ കണ്ടോ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് കണ്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ടാൻസാനിയയിലെ മൊറോഗോറോ എന്ന് പറയുന്ന ജില്ലയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലെ കാണുന്ന പോലെ സൂര്യകാന്തിപ്പാടം കണ്ട് ഇതുപോലല്ലേ തമിഴ്നാടിൻ്റെ ആ ഒരു ലുക്കും ഇത് തന്നെ. വലിയ സൂര്യകാന്തികളാണ്. അതിലൂടെ ചെറുതുമൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ സൂര്യകാന്തി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ ഒരു ടാൻസാനിയ പോലുള്ള ഈ ഒരു രാജ്യം. അങ്ങനെ സൂര്യകാന്തി പാടത്തിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് ഇതേപോലെ സൂര്യകാന്തി പടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പോകുന്ന വഴിയിലൊരു ട്രാക്ടറിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട്. അതിന് മുന്നോട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ വീടുകൾ കാണാൻ ഉള്ളൂ. എന്തായാലും അടിപൊളി യാത്രയാണ്. നല്ല റോഡാണ്. പഴയ നിർമ്മിതികളൊക്കെ നമുക്ക് കാണാം. മിഗുമി നാഷണൽ പാർക്കിലെത്തി. രാവിലെ വന്നപ്പോൾ തന്നെ ഒരുപാട് വാഹനങ്ങൾ ആളുമായിട്ട് അകത്ത് കയറിപ്പോയി. അതിരാവിലെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ ഹണ്ടിങ് ഒക്കെ നമുക്ക് കാണാനുള്ളൂ. എന്തായാലും രാവിലെ തന്നെ നമ്മൾ ഹോട്ടലിൽ അവർ തന്നെ ടിക്കറ്റുകളും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ച് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് വന്ന് അധികം ബുദ്ധിമുട്ടേണ്ട കാര്യം വന്നില്ല. ഇതാണ് ഫെലിക്സ് ആണ് നമ്മളെ ഇന്നത്തെ യാത്രയിൽ കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ഓപ്പൺ ജീപ്പുകളാണ് എല്ലാം കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം വന്ന ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആണ് യാത്ര തുടരുന്നത്. ഞങ്ങളുടെ ആഫ്രിക്കയുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആനയുടെ ചെവിയുടെ രൂപമാണ്. എന്തായാലും ഫെലിക്സ് ഈ മിഗുമി നാഷണൽ പാർക്കിനെ പറ്റി കൂടുതലൊന്ന് പറയുകയാണ്. നമുക്കൊന്ന് കേട്ടു പോകാം. This Mikumi National Park was established in 1964 after colonialism goes. But with have 3,000 kilometers square in National Park in Mikumi. We have so many species of animal, so many species of plants. And our national park is near with Dar es Salaam, near in Morogoro, near in Iringa. So everywhere you can come to visit Mikumi National Park. For our custom from any country, you are so welcome Mikumi National Park very well. Yes, and also if you need to come to Mikumi, but our company was called Galina Tours and Safari, but my name is Felix, and we can use our number. It's like 0754 26 94 18. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് ജീപ്പുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അവരോരോ ഈ സന്ദർശകരെ കാത്തിരിക്കുകയാണ്. എല്ലാം ബുക്ക് ചെയ്ത് വരുന്നവരാണ്. ഒരുപാട് വിദേശികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ ഒരു പാർക്കുകൾ കാണാൻ വരുന്നത്. ഇവിടെ തന്നെ 4-5 ഉദ്യാനങ്ങളുണ്ട്. അതിൽ മിഗുമി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഈ വിസ്തൃതിയിൽ ഏറ്റവും ചെറിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ ഒരുപാട് അനിമൽസുകളെയൊക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി യാത്ര തുടർന്നു. ഇതിന് മുമ്പോട്ട് വന്നു. നമ്മൾ ഈ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ കൊണ്ട് ഒരുപാട് പേർക്കാർ വേറെ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മിഗുമി നാഷണൽ പാർക്ക് ഇവിടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ഇവിടെ മുതലാണ് നമ്മുടെ കാഴ്ചകൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. യാത്രയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആന, സിംഹം, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ. അങ്ങനെ യാത്ര
തുടർന്ന് നല്ല മൺതിട്ടയിലൂടെയുള്ള യാത്രയാണ്, മൺപാതയിലൂടെയുള്ള യാത്രയാണ്. ഇവിടുത്തെ ഒരു മരത്തിൽ ഒരുപാട് കുരുവികൾ കൂട് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ കുറച്ചുകൂടെ യാത്ര ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഫെലിക്സ് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അവരുടെ സ്വാഹിലി ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓപ്പണിംഗ് ടൈം here, but we start in 6:30 in the morning. മോർണിംഗ് 6. Yeah, 6:30. We be open the gates. But we close at 7:30. We be closed according to our permit. Yes. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പം ഓപ്പോസിറ്റായിട്ട് രാവിലെ പോയ 2 ജീപ്പുകൾ വരുന്നു. അനന്തമായി കിടക്കുകയാണ് കാഴ്ചകൾ. നമ്മൾ തുടക്കമായതേ ഉള്ളൂ. ഇനി ഒരുപാട് ഉള്ളിലേക്ക് നമുക്ക് പോകാനുണ്ട്. അവിടേക്ക് പോകുമ്പോഴാണ് നമുക്ക് കാഴ്ചകൾ കാണാനുള്ളത്. ഇപ്പം സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ഇമ്പാലകളെയാണ്. ഇവിടുത്തെ ഇമ്പാലകൾ ഇവിടെ കൂട്ടമായി നിന്ന് മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് ഇമ്പാലകളുണ്ട്. But that is a female. Make sure you know about this, the difference for this. And we have there, you saw gnu or wildebeest. And also when the insect they fly, also Malabo they use the time to eat. So it gets a chance to get the food for the group of animal. So sometimes you see they walking together with the impala on the globe. Yes. But the impala, we have so many species of antelope. But these are the most species because there are so many group of impala in the world, our country and our national parks. Yeah. Sometimes they call pumba. But the pumba they just eat glass, some loads of the trees or the leaves. That's not pig, right? Yeah, it's wild pig. It's not pig. Yeah, it's wild pig. Watchdog. Yeah, watchdog. Yeah. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട സൈറ്റ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ പന്നികളാണ്. ഇവ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയും ഫെലിക്സ് നമ്മളോട് സംസാരിക്കുകയാണ്. ആഫ്രിക്കൻ പന്നികളെ ഏറ്റവും കൂടുതൽ ഇവിടെ സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹങ്ങൾക്കും കടുവകൾക്കും പുലികൾക്കുമൊക്കെ ആഹാരമായി കഴിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരുപാട് ഈ പന്നികളുണ്ട്. ആഫ്രിക്കൻ പന്നികൾ ഇഷ്ടം പോലെ ഉണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പാലകളുടെ കൂടെ ഇന്ന് കഴിക്കുന്ന ഒരു വലിയൊരു പക്ഷിയെ നമുക്ക് കാണാം. These are the types of monkey. But the black-faced monkey are the difference with the baboon. But the baboon is so big more than it. Black-faced monkey. But these too small. And when you saw the big, but this is adult one. This it's already enough matured. കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നപ്പോഴാണ് നമ്മൾ മറ്റൊരു കാഴ്ച കണ്ടത്. ബഫോൺ മങ്കി, ആഫ്രിക്കൻ മങ്കി. ഇയാളെ റോഡിന് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇത് തള്ളയാണെങ്കിൽ തൊട്ടടുത്ത മരത്തിൽ ഇരിപ്പുണ്ട്. The Red Bishop. Red Bishop. It's just called Red Bishop. Red Bishop. Yeah. So why can I call the Red Bishop? അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് ആണ് മറ്റൊരു പക്ഷിയെ കണ്ടത്. ചുവന്ന തൊപ്പിയുള്ള ഒരു പക്ഷി. Red Bishop. So elephant.
അങ്ങനെ കുറച്ചുകൂടെ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ ആ അതിഥിയെ ആദ്യം കണ്ടത്. നമ്മുടെ മറ്റൊരു അതിഥി എന്ന് That's പറയുന്നത് called ആഫ്രിക്കൻ the One ആനയാണ്. family. നമ്മൾ ഏറ്റവും കൂടുതൽ Yes, കാണാൻ but the elephant they just ആഗ്രഹിച്ച live in the ഒന്നാണ് same ഈ family. ആഫ്രിക്കൻ ആന. You can share ഒരു with ഒറ്റ the കൊമ്പേ some ഉള്ളൂ. difference. ഇതൊരു Yes, ഫാമിലിയാണ്, but this 3 is പേരേ the ഉള്ളൂ. African ഇത് elephant. കൂട്ടത്തോടെയാണ് കാണാറുള്ളത്. all പക്ഷേ the world അതിൻ്റെ we have കാഴ്ചകൾ one കണ്ടു നോക്കാം. kind of the elephant. We have Asian elephant and the African elephant. Yes, the difference is when you look this, the like has no big on size of the body. The different like Asian elephant. But this African elephant is very aggressive, like different from the Asian elephant. This is very aggressive. Yes. ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ആനകളും തമ്മിൽ കാഴ്ചയിലും സ്വഭാവത്തിലും പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങളുണ്ട്. And also we can call the ലോകത്തിലെ African ഏറ്റവും elephant വലിയ terms for കരയാനയാണ് the eyes. ആഫ്രിക്കൻ ആന. Yeah. ഇവയ്ക്ക് It's like a ഏഷ്യൻ map of ആനയേക്കാൾ Africa. വലുപ്പവും ഭാരവും So that's കൂടുതലായിരിക്കും. called in African elephant. ഏഷ്യൻ ആനയ്ക്ക് ആഫ്രിക്കൻ ആനകളെ അപേക്ഷിച്ച് വലിപ്പം കുറവാണ്. Also all ഇവയുടെ ചെവികൾ വളരെ വലുതാണ്. ആഫ്രിക്കൻ ഭൂപടത്തിന്റെ ആകൃതിയോട് ഇവയ്ക്ക് സാമ്യമുണ്ടെന്നാണ് പറയുന്നത്. but the only female who can ശരീരത്തിലെ be the leader. ചൂട് കുറയ്ക്കാൻ ഈ വലിയ ചെവികൾ സഹായിക്കുന്നു. Because the male it cannot live on ആഫ്രിക്കൻ ആനകളുടേതിനേക്കാൾ ചെറുതാണ് ഏഷ്യൻ ആനകളുടെ. വൃത്താകൃതിയിലുള്ളതുമാണ്. they come and they go and also they come. തലയുടെ ആകൃതി എന്ന് പറയുന്നത് മുകൾ ഭാഗം ഉരുണ്ടതാണ്. ഒരു കുന്നിന്റെ ആകൃതി പോലെയാണ് ആഫ്രിക്കൻ ആനയുടെ. just be the leader of them. എന്നാൽ ഏഷ്യൻ ആനയുടെ തലയെന്ന് പറയുന്നത് മുകളിൽ 2 മുഴകളും തലയുടെ മധ്യഭാഗം അല്പം കൊഴിഞ്ഞായിരിക്കും. Yes. തുമ്പിക്കൈയുടെ പ്രത്യേകത എന്ന് പറയുന്നത് Also there's good തുമ്പിക്കൈയുടെ അറ്റത്ത് വിരലുകൾ പോലെ തോന്നിപ്പിക്കുന്ന 2 വളർച്ചകളുണ്ട്. for their child. എന്നാൽ ഏഷ്യൻ ആനകളുടെ തുമ്പിക്കൈയുടെ അറ്റത്ത് ഒരു വിരൽ പോലുള്ള വളർച്ച മാത്രമേ ഉള്ളൂ. See they have one angle ആഫ്രിക്കൻ ആനയുടെ കൊമ്പുകൾ എന്ന് പറയുന്നത് ആണാനകൾക്ക് for the പെണ്ണാനകൾക്കും കൊമ്പുകൾ ഉണ്ടാകാറുണ്ട്. ഏഷ്യൻ ആനകൾക്ക് സാധാരണയായി ആണകൾക്ക് മാത്രമേ കൊമ്പുകൾ കാണാറുള്ളൂ. like കൊമ്പില്ലാത്ത ആനകളെ മോഴ എന്നും വിളിക്കാറുണ്ട് നമ്മൾ. ആഫ്രിക്കൻ ആനകളുടെ ചർമ്മം കൂടുതൽ ചുളിവുകളുള്ളതാണ്. ഏഷ്യൻ ആനകളുടെ ചർമ്മം താരതമ്യേന മിനുസമുള്ളതും ചുരുക്കത്തിൽ വലുപ്പവും ചെവിയുടെ ആകൃതിയുമാണ് ഇവയെ തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നത്. നമുക്ക് മുമ്പിലൂടെ കടന്നു പോകുന്ന ഈ ആന ഇത് ഫീമെയിലാണ്. sometimes they move like the eaten. And almost the elephant they include so many things for the eaten. It including glass, trees, and sometimes fruits. Yes, it depending. Sometimes fruit for the human planting or fruit from the forest fruits, like malula. And forest in a planting like a watermelon, but they eat. Can I keep the bag? Yeah, you can pass. Don't worry. I want to keep my bag there. Yeah, here. Yeah. It's okay. Yeah. ക്രോസിംഗ് Yes, you like to just closing over here. You saw every time they stay near the babe. Yes. He's a female, huh? Yes. It's female. And the lifespan is so big. Sometimes they live in 90, 18, 70, or up to 100 years. Yes. 200 years. 200 years. 100 years is not 200 years. Sorry. Yeah. But this young is so young. It's like 3 years or 2 years and a half. Because we get 5 years, you can get the milk from the mommy. They stop to get the milk. So now they're still like 2 years and a half or 2 years. Yeah, still all that.
ഓക്കെ. അങ്ങനെ ആഫ്രിക്കൻ ആനകളുടെ കാഴ്ച കണ്ടിട്ട് മുമ്പോട്ടെല്ലാം ഈ ഉദ്യാനത്തിൽ ഒരു ഫ്ലൈറ്റ് കൊണ്ടിട്ടിരിക്കുന്ന കാണാം. പഴയൊരു ഫ്ലൈറ്റാണ്. Club Impala. When you look, there are some big male over കുറച്ചുകൂടെ there. മുന്നോട്ട് ചെല്ലുമ്പോഴാണ് വീണ്ടും എംപാലകളെ നമുക്ക് കാണാം. എംപാലകൾ ഒരുപാടുണ്ട്. ഇവിടുത്തെ എംപാലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Who have on them. നമ്മുടെ നാട്ടിലെ മാനുകളെ പോലെയല്ല. The one ഇതിൻ്റെ male, വളഞ്ഞ കൊമ്പുകൾ, രണ്ട് you കൊമ്പ്. see there, they stay alone. It's idle. There is no family. So there is no power to fight with this guy, with this male. ഫീമെയിലാണ് ഏറ്റവും കൂടുതൽ. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ മെയിലുകൾ This കാണാം. male, they dominate all of them on the group. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ സൗണ്ട് കേട്ട് നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് നമ്മളെ കാട്ടുപോത്തിനെ കാണുന്നത്. ഇതാണ് യഥാർത്ഥ കാട്ടുപോത്ത്. These others are loaded on the group. നമ്മുടെ നാട്ടിൽ കാണുന്നത് കാട്ടികളാണ്. Sometimes കാട്ടുപോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആഫ്രിക്കൻ കാട്ടുപോത്തുകൾ. നമ്മുടെ നാട്ടിൽ കാണുന്ന they lost കാട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ വൈൽഡ് ഗോ ഇനത്തിൽപ്പെട്ട കാട്ടികളാണ്. like a leg or what. They become like the first for the age. ഇപ്പോൾ കാട്ടുപോത്തിൻ്റെ ഒരു കൂട്ടം ഇവിടെ നിന്ന് മെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടി കണ്ടപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഇതിങ്ങനെ നമ്മളെ നോക്കി നിൽക്കുകയാണ് കുറേ നേരം. You see one child and some female here. ഏകദേശം നല്ല കൊഴുത്ത, നല്ല മുഴുത്ത, ഒരു ഒട്ടലൊന്നുമില്ല, നല്ല രീതിയിലുള്ള കാട്ടുപോത്തുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. But sometimes you don't. Sometimes you lost the power. But for the male, sometimes he does not fight with the young male on the group. But he doesn't do anything on the group. So you need to isolate. Or sometimes there's no power to walk on the group. So you just stay alone. You cannot see a big group. But they live in a big group, more than 2,000 sometimes. Normally it should be like a big. Yes, sometimes it's one group, more than 2,000. Yes. Small group. Yeah, that's well short group. That's not a big one. Don't do it like this. But it's very aggressive animals. Yeah. Very, very aggressive. പോത്തുണ്ടെങ്കിൽ മറ്റന്മാരുണ്ടെന്നാ പറയണേ. സിംഹമല്ലേ? അത് അവിടെ ഒരെണ്ണമായിട്ട് കൊല്ലാതെ ഒരു പോത്തിനെ കൊല്ലണമെങ്കിൽ 3-4 സിംഹം വേണമെന്നൊക്കെ പറയുന്നത്. അല്ല അവര് വേസ്റ്റ് ആക്കില്ല ഫുഡ്. If you need to know that age is going, the first you look at the body, there is no air. You know? It's like now they become like a dark one. It's not, there is no air. You can be. അങ്ങനെ കാട്ടുപോത്തുകളുടെ കാഴ്ചകൾ ഒരുപാട് കണ്ടു. ഒരുപാട് വാഹനങ്ങൾ അത് കൊണ്ടുവന്ന് നിർത്തി അവരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. കാട്ടുപോത്തിനെ കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് മറ്റൊരു സൈറ്റ് കണ്ടത്. നമ്മുടെ ജിറാഫുകളാണ്. ജിറാഫുകൾ കൂട്ടമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. നല്ല കാഴ്ചയാണ്. ഒരു 7-8 എണ്ണം ഒരുമിച്ചുള്ള കൂട്ടമാണ് പോകുന്നത്. ഒരുപാട് ജിറാഫുകളുണ്ട് ഈ ഭാഗത്ത്. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ജിറാഫുകളുടെ പുറന്തോലിനുള്ള ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ മരത്തിൻ്റെ ഇല കടിച്ചെടുത്ത് തിന്നുന്നത് കൊണ്ട് അതിൻ്റെ ശാപമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ദേഹത്തുള്ള ആ പുള്ളികൾ കണ്ടു കഴിഞ്ഞാൽ ഏതോ ഒരു മരത്തിൻ്റെ ആ ഒരു ഇലയുടെ ഷേപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അത് നമുക്ക് സൂം ചെയ്തൊന്ന് ആ ജിറാഫിൻ്റെ പുറമൊന്ന് കാണാം.
അങ്ങനെ ജിറാഫിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഫെലിക്സിന് കോൾ വന്നത്, അവിടെ സിംഹം കിടപ്പുണ്ടെന്ന്. അങ്ങനെ സിംഹത്തെ കാണാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. പല സ്ഥലത്ത് കിടന്ന വണ്ടികളെല്ലാം കൂടെ ഓടി വരികയാണ് സിംഹത്തെ കാണാൻ. ഈ ഒരു വലിയ കാട്ടിലും ഭയങ്കര ബ്ലോക്ക്. സിംഹത്തെ കാണാൻ വേണ്ടി അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വാഹനങ്ങൾ വന്നപ്പോഴാണ് ഇത്രയും ബ്ലോക്കായത്. അങ്ങനെ കുറച്ച് മുന്നോട്ട് ചെയ്തപ്പോഴാണ് ഇവിടെ പുതിയൊരു ബിൽഡിങ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു മെയില് സിംഹം ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫീമെയിലും എല്ലാം ഇവിടെ എവിടെയെങ്കിലും കാണും. ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. Like a zoo, so they stay somewhere in place. No, but that's what is Malwan, of the king of the jungle. You know the lion that just live in the some family. We call pride for the lion. Yeah. Like a full team, like a Yes. Yeah. അതിങ്ങോട്ട് നോക്കുന്നില്ലല്ലേ. But sometimes when you get the female, but the thing, the female also sometimes they're gonna hunt somewhere. After killing, and also the male they came to eat. The male they can hunt. Yeah. When you see the male they hunt, even if the age gone. male or female? It's male one. You see the hair on the neck. This is male. Yeah. Look carefully. There was some hair on the head. You see? But it's not mature, no? Fully? Yeah, it's matured, but it's depending with the. Cannot come to attack the It people. won't attack the people. No. Can you attack the people? Even if I'll drive over there, but he cannot come to attack you. Sometimes the lion cannot come to attack you all the time. They hunt like a cat. When they're hungry, then only. If they're hungry, and even if they're hungry, it's not possible to come to attack you because you're still on the car. Also, they see the big something. They look like a big animal. So when you sit, you cannot make a movement on the car. It can come to attack. എൻ്റെ മാത്രമേ ഉള്ളൂ. ഞാൻ വണ്ടിയുടെ ചേട്ടൻ എടുത്തരാം. ഞാൻ ബാക്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുണ്ടോ? ചേട്ടൻ ഡ്രൈവറും. അങ്ങനെ സിംഹത്തെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും എണ്ണീറ്റ് പോകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നപ്പോഴാണ് തൊട്ട് അപ്പുറത്തായിട്ട് ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള എയർപോർട്ടിൻ്റെ പണി നടക്കുകയാണ്, എയർക്രാഫ്റ്റിൻ്റെ പണി നടക്കുകയാണ്. അപ്പം ആ ഒരു ബിൽഡിങ് പണിഞ്ഞതിൻ്റെ അടുത്താണ് കണ്ട ആ ഒരു ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേന് അവിടെയുള്ള ഒരുപാട് പരുന്തുകൾ പറക്കുന്നത് കാണാം. അപ്പം ഇവിടെ പൊടി പറക്കുന്നുണ്ടോ? എനിക്കൊന്ന് റൺവേ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതേപോലെ കിടക്കുന്ന ഈ റോഡിലാണ് കൊണ്ടുവന്ന് അത് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പ്രാവശ്യമൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴത്തേന് ഈ ഒരു റൺവേ ഒക്കെ ചെയ്ത് ഇവിടെ വലിയൊരു എയറോ ട്രാമായിട്ട് അതായത് നല്ലൊരു താവളമായി മാറും. അതിനെ നോക്കിയിരുന്ന സമയത്തും ഈ സിംഹം ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അവസാനം ഗതികെട്ട് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ സിംഹം എണ്ണീറ്റ് നടക്കാൻ തുടങ്ങി. അവ നടന്നു പോകുന്നത് അവിടുത്തെ ബിൽഡിങ്ങിലോട്ടാണ്. ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിന് ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. എങ്ങനെ വിശ്വസിച്ച് ഈ ഒരു ബിൽഡിങ്ങൊക്കെ ഇവർ പണിയും ഒന്നാലോചിച്ച് നോക്കിയേ. പണി നടക്കുന്ന സമയത്ത് വല്ലതും ആണെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ. സിംഹം അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഇണയെ തിരക്കി നിൽക്കുകയാണ്. ഇതിൻ്റെ ഇണയെന്ന് പറയുന്നത് വല്ല ആഹാരം ശേഖരിക്കാൻ വല്ലതും പോയതായിരിക്കും. അതിനെ നോക്കിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ ഒരു സിംഹത്താൻ. വേറെ നേരം ഞങ്ങൾ ആ കാഴ്ചകൾ കണ്ടു. അതിനുശേഷം സിംഹം അവിടെ കിടന്ന് ഉറങ്ങി. ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു. വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക്
കുറേ ഇമ്പാലകളെ നിൽക്കുന്ന കാണാം. അതിൻ്റെ കുറച്ച് വീഡിയോസ് പകർത്തിക്കൊണ്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും വന്നതെന്ന് പറഞ്ഞാൽ ഹിപ്പോ പൂളിലാണ്. ഇവിടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഈ ഒരു കുളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. This the hippo almost the time they just live on the water. And evening time, but they came outside to get the food, but they eat on glass. So why the hippo almost the time they just live in the water? Because it is coming, the skin is not good for the sun, so they take time to defend to live in the water. Even if they came outside in afternoon, but they get some crack on the body. So hota is just help to protect the skin. Yes. So they just choose almost to live on the water. But evening time they came outside to get the food because they eat on glass. ഈവനിങ് ടൈം ഔട്ട്സൈഡ്. Yes. At evening time, even if the sun is not well. So they can Yes. they can get outside. They go one more than 50 kilometer, 30 kilometer, 15 kilometer per day. After finish to eat the food, they be back on the water. One child is taking go. What? One child is taking go. No. You know, in national park, you can't put something, you cannot take in something. But everything you get here is natural. It's not artificial. Yes. It's natural. It's not artificial. Lorraine, you can go on the line. Daddy. എൻ്റെ തൊഴിലിൻ്റെ ഫോട്ടോ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. Put the water, but the water is coming from the land. Nobody can come to put the water away. Yeah. അങ്ങനെ ഹിപ്പോകളെ ഈ പുറത്തൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ കുറേ നേരമൊക്കെ നിന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. സമയം പോകണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് ഒരുപാട് കറങ്ങി കാണാനുള്ളതാണ്. അങ്ങനെ വേണ്ടി ഞങ്ങൾ യാത്ര ചെയ്ത് ഒരു നല്ല ഇടുക്ക് വഴിയിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ അനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ നിരന്ന പ്രദേശത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Niambie huko. Kwa kawaida. Taji VETA. Bwana watu wanaingia. അങ്ങനെ വീണ്ടും അമ്പോടെ വന്നപ്പോൾ വീണ്ടും ഒരു ഇമ്പാലകളുടെ കൂട്ടത്തെ നമുക്ക് കാണാം. Difference to the yellow baboon. That's the yellow baboon. But the treatment of yellow baboon, they just live on big troops of the family, but the treatment is like a human being. When they treat the child, it's like human being, they treat the child at home. And also they just eaten like a human.
Also they eat vegetable also. They eat meat sometimes. Yes. So many characters like human. Yeah. Here there are some seat on the glass. Yeah. Full. Here, around the national park, but we have some fruits, like malula, like baobab, like tamaling. Yes. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഒരു മരത്തിൽ നിറയെ കിളി കൂട് വെച്ചിരിക്കുന്നത്. ഏത് പക്ഷിയാണെന്ന് അറിയത്തില്ല. ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരത്തിനകത്ത് ഫുള്ള് കിളിക്കൂടാണ്. വീണ്ടും വിജനമായ ആ സ്ഥലത്തുകൂടി ഞങ്ങളെ ഫെലിക്സ് മുന്നോട്ട് കൊണ്ടുപോയി. ഇരു സൈഡിലും ഞങ്ങളിങ്ങനെ നോക്കുകയാണ് എന്തെങ്കിലും അനിമൽസുകൾ നിൽപ്പുണ്ടോ എന്നുള്ളത്. നല്ല ഹണ്ടിങ്ങും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. ഒരുപാട് ഓടി എന്നിട്ടും ഹണ്ടിങ്ങുകളൊന്നും കണ്ടില്ല. ഫെലിക്സ് രണ്ട് സൈഡിലേക്ക് നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും അനിമൽസ് സൈറ്റിങ്സ് ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ ആരോടൊന്നില്ലാതെ ഇങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും മനോഹരമായ ഒരു യാത്രയാണ്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഒരു പുളിമരം കണ്ട് അവിടെ വാഹനം നിർത്തിയിട്ട് ഫെലിക്സ് വാതോരാതെ ഇതിനെ പുകഴ്ത്തി പറയുന്നു. അത് നമുക്ക് കേട്ടാലോ. Umbrella trees, there are some like song. Yeah. What? But here is no song. It's only fruits. Yeah. You see the fruits over there? Yeah. These are alone. That's why they lose their family. They lose their family. Yes. Yeah. You cannot fight with someone, so they just take a place to live alone. After then, they stay in 3 months or. വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ ഒരു മരം കാണിച്ചു തന്നിട്ട് അതിൽ കിളിക്കൂടുകളെ നമ്മളെ വീണ്ടും കാണിച്ചു. ഒരു മരത്തിൽ തന്നെ അനേകം കിളിക്കൂടുകൾ. അതിൻ്റെ നിർമ്മിതി തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ സമയം ഉച്ചയായി. നമുക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോവുകയാണ്. അതിനെ എക്സിറ്റ് അടിക്കുകയാണ്. എക്സിറ്റ് അടിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അതിനെ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അതിനുവേണ്ടി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ലഞ്ച് കഴിക്കാൻ പോകുന്ന വഴിക്കാണ് ഒരു കൂട്ടം ഇമ്പാലകളെ കണ്ടത്. ഇമ്പാലകൾ മാത്രമല്ല കേട്ടോ, നമ്മൾ തിരക്കി വന്ന ആൾ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ആരാണെന്നറിയണ്ടേ? അത് വൈൽഡ് ബീസ്റ്റാണ് കേട്ടോ. ആഫ്രിക്കൻ വൈൽഡ് ബീസ്റ്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമായ ദേശാടനമാണ്.
ദശലക്ഷക്കണക്കിന് വൈൽഡ് ബീസ്റ്റുകൾ ടാൻസാനിയയിലെ സെൻഡഗറ്റിൽ നിന്നും കെനിയയിലെ മസായ് മലയിലേക്ക് തിരിച്ചും നടത്തുന്ന യാത്രയാണ് ഏറ്റവും വലിയ കാഴ്ചകളിലൊന്ന്. ഇതിൻ്റെ ശാരീരിക പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മൃഗങ്ങളുടെയും ഒരു മിശ്രിതം പോലെ തോന്നും. തല കാളയെപ്പോലെ വലിയ കൊമ്പുകളൊക്കെ ഉള്ളതാണ്. എന്നാൽ ശരീരം കുതിരയെപ്പോലെയുള്ള ഉടലും സടയുമാണ്. വാല് കുതിരയുടെ വാലിനോട് സാമ്യമുള്ള നീളമുള്ള വാലാണ്. പിന്നെ കാലുകൾ മെലിഞ്ഞതും എന്നാൽ വേഗത്തിൽ ഓടാൻ സഹായിക്കുന്നതുമായ കരുത്തുറ്റ കാലുകളാണ്. സിംഹം, ചീറ്റ, മുതല തുടങ്ങിയ വേട്ട മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവ വലിയ കൂട്ടങ്ങളായാണ് സഞ്ചരിക്കുന്നത്. കൂട്ടമായി നിൽക്കുന്നത് ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ സഹായിക്കുന്നു. ഒരു വൈൽഡ് ബീസ്റ്റിൻ്റെ കുട്ടി ജനിച്ചു വീണ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ എഴുന്നേറ്റ് നിൽക്കും, നടക്കാനും പഠിക്കുന്നു. ജനിച്ച ഉടനെ തന്നെ അമ്മയോടൊപ്പം ഓടാൻ കഴിയുന്ന വേട്ടമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവയെ സഹായിക്കുന്നു. ഇക്കോസിസ്റ്റത്തിലെ പുൽമേടുകളെ സംരക്ഷിക്കുന്നതിൽ ഇവ പ്രധാന പങ്ക് വഹിക്കുന്നു. വലിയ തോതിൽ പുല്ല് തിന്ന് തീർക്കുന്നതിലൂടെ പുതിയ പുല്ലുകൾ വളരാൻ അവസരമൊരുക്കുകയും അവയുടെ കാഷ്ടം മണ്ണിൽ വളമായി മാറുകയും ചെയ്യുന്നു. വൈൽഡ് ബീസ്റ്റുകളുടെ പ്രധാനമായും 2 തരത്തിലാണ് കാണപ്പെടുന്നത്. ബ്ലൂ വൈൽഡ് ബീസ്റ്റും ബ്ലാക്ക് വൈൽഡ് ബീസ്റ്റുമാണ്. ഇതിൽ ബ്ലൂ വൈൽഡ് ബീസ്റ്റുകളാണ് മുകളിൽ പറഞ്ഞ വലിയ ദേശാടനങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇനി ആഫ്രിക്കൻ ഇംപാലകളെക്കുറിച്ച് പറയാം. ആഫ്രിക്കൻ പുൽമേടുകളിലെ ഏറ്റവും മനോഹരമായ മൃഗങ്ങളിൽ ഒന്നാണ് ഇംപാല. ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് ഇവയുടെ ശരീരത്തിന്. വയർഭാഗം വെളുത്ത നിറത്തിലായിരിക്കും. പിൻഭാഗത്ത് കറുത്ത നിറമുള്ള എം ആകൃതിയിലുള്ള അടയാളം ഇവയുടെ പ്രത്യേകതയാണ്. ആൺ ഇംപാലകൾക്ക് മാത്രമേ കൊമ്പുകൾ ഉണ്ടാകാറുള്ളൂ. നീളമുള്ളതും എസ് ആകൃതിയിൽ വളഞ്ഞതുമായ ഈ കൊമ്പുകൾക്ക് ഏകദേശം 45 മുതൽ 90 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. അതിശയിപ്പിക്കുന്ന ചാട്ടത്തിന് പേരുകേട്ടവയാണ് ഇംപാലകൾ. ഓരോ സമയം 3 മീറ്റർ ഉയരത്തിലും 10 മീറ്റർ ദൂരത്തിലും ചാടാൻ ഇവയ്ക്ക് കഴിയും. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ വേഗതയും ചാട്ടവും ഇവയെ സഹായിക്കുന്നു. പുല്ലുകളും ഇലകളും പ്രധാന ഭക്ഷണം. ജലലഭ്യതയുള്ള സ്ഥലങ്ങളിൽ കഴിയാനാണ് ഇവ ഇഷ്ടപ്പെടുന്നത്. ആഫ്രിക്കയിലെ സവന്ന പുൽമേടുകളിലും കുറ്റിക്കാടുകളിലുമാണ് ഇവ സാധാരണമായി കാണുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് ടാൻസാനിയ, കെനിയ ഇവ ധാരാളമായി കാണപ്പെടുന്നു. വലിയ കൂട്ടങ്ങളായാണ് ഇംപാലകൾ സഞ്ചരിക്കുന്നത്. പകൽ സമയത്താണ് ഇവ കൂടുതൽ സജീവമാകുന്നത്. അടുത്ത സൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെയിൽ ഇംപാല. ഇത് കണ്ടു കഴിഞ്ഞാൽ സ്റ്റാച്യു ആണെന്നേ പറയുകയുള്ളൂ. ഞങ്ങളുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് പോലും ഒരു അനക്കവുമില്ല. അദ്ദേഹം എന്തോ കാതോർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത്. വല്ല ഹണ്ടിങ്ങും വല്ലതും ആണോ? എന്തായാലും അദ്ദേഹം ഞങ്ങളെ ശ്രദ്ധിക്കുന്നതേയില്ല. ഇപ്പോഴാണ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൊമ്പ് തന്നെ കണ്ടോ? എസ് ആകൃതിയിലെ വളഞ്ഞ കൊമ്പാണ്. തവിട്ട് നിറമാണ് എൻ്റെ ശരീരത്തിൽ. ആഫ്രിക്കയിലെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് വയോബാബ് മരമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് വയോബാബ്, ജീവൻ്റെ വൃക്ഷം എന്നും ഇവ അറിയപ്പെടുന്നു. ഇതിൻ്റെ പ്രധാന പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം സംഭരിക്കാനുള്ള കഴിവാണ്. വയോബാബ് മരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ തടിച്ച തണ്ടാണ്. വരൾച്ച സമയത്ത് ഉപയോഗിക്കുന്നതിനായി ഏകദേശം 12,000 ലിറ്റർ വെള്ളം വരെ തടിയിൽ സംഭരിക്കാൻ ഈ മരത്തിന് കഴിയും. ഇതുകൊണ്ടാണ് കഠിനമായ ചൂടിലും ഇവ അതിജീവിക്കുന്നത്. ആയുസ്സും വലിപ്പവും ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാൻ ശേഷിയുള്ളവയാണ് ഈ മരങ്ങൾ. ചില മരങ്ങൾക്ക് 2000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോഴാണ് ആഫ്രിക്കൻ പന്നികളെ കണ്ടത്. അത് പുല്ലുകൾ തിന്നുകൊണ്ട് വരുന്ന കാഴ്ചയാണ്. 3 പന്നികൾ ഉണ്ട്. ഞങ്ങളുടെ വാഹനത്തിന് തൊട്ടുമുമ്പിൽ മുട്ടുകുത്തി നിന്നാണ് ഇത് പുല്ല് കഴിക്കുന്നത്. ഇവ അധികവും സിംഹങ്ങൾക്കും പുലി, കടുവ ഇവയ്ക്കൊക്കെ ആഹാരമായിട്ടാണ് പന്നികളെ ഇവിടെ സംരക്ഷിച്ചു പോകുന്നത്. അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ച് ഈ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടാണ് ലഞ്ച് കഴിക്കുന്നത്. വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഞങ്ങളെ വരവേറ്റത് ഇവിടെ 2 കുരങ്ങുകളാണ്. നിഗുമി നാഷണൽ പാർക്കിലെ ഒരു റൗണ്ട് കറങ്ങി ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും വന്നിട്ടുണ്ട്. പോയിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ ഊണ് കഴിക്കാൻ വേണ്ടി വന്ന്. അപ്പോൾ മനോഹരമായ കാഴ്ചകളാണ്. അതുകൊണ്ട് ആ കാണുന്നത് പന്നിക്കൂട്ടങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഡെയിലി ആൾക്കാരെ കണ്ടുകൊണ്ട് ചിലപ്പോൾ അത് ഒരു വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ചിക്കനുണ്ട്, ബീഫുണ്ട്, മീനുണ്ട്. അങ്ങനെ ബുഫേ സിസ്റ്റമാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പക്ഷേ നമുക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ കഴിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് വീണ്ടും വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായ അനുഭവമാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് ഇങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോഴാണ് 2 പന്നികൾ തമ്മിൽ കൂട്ടത്തല്ല്. പന്നികൾ തമ്മിൽ ഇടി കൂടുന്നതാണ് കാണുന്നത്. ഒരുത്തനും വിട്ടുകൊടുക്കുന്നില്ല. 2 പേരും നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് ഇടിക്കുകയാണ്. പന്നി ഫൈറ്റിംഗ്. കുറേ നേരമായിട്ടും അവരുടെ വഴക്ക് കയറുന്നില്ല. അവർ ഇടിച്ചിടിച്ച് ഇങ്ങനെ സൈഡ് വരെ വന്ന് ഒരു സമയത്ത് ഇത് ഇടികൂടി ഞങ്ങളുടെ ദേഹത്ത് വന്ന് കയറുമോ എന്നുള്ളത് ഞങ്ങൾ ഭയന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചതിന് ശേഷം പുതിയൊരു തീരുമാനമെടുത്ത്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ വൈൽഡ് ബീസ്റ്റിനെയും സീബ്രകളെയും ഒക്കെ നമ്മൾ കണ്ട്, പിന്നെ അതുപോലെ തന്നെ പന്നിയും പാലകൾ, സിംഹത്തെ കണ്ടു, ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടു. അങ്ങനെ ഇതെല്ലാം കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് യാത്ര തിരിച്ചിട്ട് മസായിയിൽ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പുതിയ തീരുമാനമെടുത്ത് അങ്ങനെ ഞങ്ങൾ ഈ ഒരു യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങളിനി മസായികളുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ വീഡിയോ നമുക്ക് മറ്റൊരു എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ യാത്രയെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആഫ്രിക്കയിലെ ഈ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും ആഫ്രിക്ക പോലുള്ള രാജ്യത്തെ ഇതേപോലുള്ള കാഴ്ചകൾ കാണാനും അവിടെ പരിചയപ്പെടാനും ഒക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇത്ര നേരം സഹകരിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.